ഏത് സർക്കാരിൻ്റെയും പ്രതിച്ഛായ നന്നാക്കുന്നതിലും ഇല്ലാതാക്കുന്നതിലും പോലീസിനുള്ള പങ്ക് വളരെ വലുതാണ്. ഏതു കാലത്തും പോലീസ് എങ്ങനെ പെരുമാറുന്നു, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള ഒരു ഭരണവും വിജയിച്ചിട്ടില്ല. പോലീസ് തേർവാഴ്ചകളും ലോക്കപ്പ് മർദ്ദനങ്ങളും കവർച്ചകളുമെല്ലാം കൂടുമ്പോൾ സർക്കാരിനെതിരെ ജനവികാരം ഉയരുകയാണ് പതിവ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാലയളവ് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലമാണ്. അതിനു മുമ്പ് ഭരിച്ച ഉമ്മൻചാണ്ടിയുടെയും AK ആൻ്റണിയുടെയും കാലത്തും പോലീസിനെതിരെ ഇപ്പോഴുള്ളതുപോലെ രൂക്ഷമായ ആരോപണങ്ങൾ ഉയർന്നിട്ടില്ല. ആ കാലയളവിലെല്ലാം സംസ്ഥാന പോലീസിന് നേതൃത്വം നൽകിയ മുൻ DGP ജേക്കബ് പുന്നൂസിൻ്റെ പ്രവർത്തനങ്ങളാണ് കേരള പോലീസിന് ഒരു ജനകീയ മുഖം നൽകിയത്. ജനമൈത്രി പോലീസ്, സ്റ്റുഡൻറ് പോലീസ്, മാതൃകാ പോലീസ് സ്റ്റേഷനുകൾ, പോലീസ് ആക്ടിൻ്റെ പരിഷ്കാരം, അങ്ങനെ തുടങ്ങി പോലീസ് സേനയുടെ കേരള പോലീസിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയ പ്രവർത്തനങ്ങളാണ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയും VS മുഖ്യമന്ത്രിയും ജേക്കബ് പുന്നൂസ് DGPയുമായിരുന്ന കാലയളവിൽ ഉണ്ടായത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന പോലീസ് സേനയിലെ പ്രശ്നങ്ങൾ, കാരണം DGP ദർവേഷ് സാഹിബിന് രണ്ടാമനായ ADGP MR അജിത് കുമാറിൻ്റെ മേൽ യാതൊരു കൺട്രോളുമില്ല. കണ്ണൂരിൽ SP ആയിരുന്ന സുജിത്തിൻ്റെ മേൽ ADGPക്ക് നിയന്ത്രണം ഉണ്ടാകുന്നതിന് പകരം അവർ തമ്മിൽ അവിഹിത കൂട്ടുകെട്ടായിരുന്നു. അപ്പോൾ കള്ളക്കടത്തിലും സ്വർണ്ണക്കള്ളക്കടത്തിലും മയക്കുമരുന്ന് കടത്തിലും കൊലപാതക കേസിലുമെല്ലാം ആരോപണ വിധേയരായി നിൽക്കുകയാണ് ADGP അജിത് കുമാറും അതുപോലെ മലപ്പുറം മുൻ SP സുജിത്തും. അപ്പോൾ സുജിത്തിനെ സസ്പെൻഡ് ചെയ്ത നടപടി ഒഴിച്ചാൽ PV അൻവർ പുറത്തുവിട്ട ആരോപണങ്ങളിൽ ഒരു നടപടിയും സംസ്ഥാന സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഓർമ്മ വരുന്നത്, മേലുദ്യോഗസ്ഥർ നൽകുന്ന ഉത്തരവുകൾ നിയമവിരുദ്ധമാണെങ്കിൽ അനുസരിക്കേണ്ടതില്ല എന്ന ഒരു പ്രസ്താവന IG ആയിരിക്കുന്ന കാലത്ത് മുൻ DGP ജേക്കബ് പുന്നൂസ് പുറപ്പെടുവിച്ചിരുന്നു. അന്ന് വലിയ വിവാദമുയർത്തിയ ഒരു പ്രസ്താവനയായിരുന്നു അത്. അതായത് DGP ആയാലും അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥരായാലും അവർ നൽകുന്ന ഉത്തരവ് നിയമപരമല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥർ അതനുസരിക്കേണ്ടതില്ല എന്നായിരുന്നു പ്രസ്താവന. കൂത്തുപറമ്പ് വെടിവെപ്പിൽ 4 DYFI പ്രവർത്തകർ കൊല്ലപ്പെട്ട സന്ദർഭത്തിലായിരുന്നു IG ആയിരുന്ന ജേക്കബ് പുന്നൂസിൻ്റെ ഈ പ്രസ്താവന. യഥാർത്ഥത്തിൽ കേരള പോലീസിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാവും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നിയമവിരുദ്ധമായ ഉത്തരവുകൾ നടപ്പാക്കേണ്ടതില്ല, താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ അത് അനുസരിക്കേണ്ടതില്ല എന്ന് ധീരതയോടെ പറഞ്ഞത്. ആലോചിച്ചു നോക്കൂ, അങ്ങനെയുള്ള ഉത്തരവുകൾ ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ ഉത്തരവുകൾ MR അജിത് കുമാർ നടപ്പിലാക്കി എന്നതാണല്ലോ എല്ലാറ്റിനും അടിസ്ഥാനം. അതുപോലെ MR അജിത് കുമാറിൻ്റെ ഉത്തരവുകൾ മലപ്പുറം SP ആയിരുന്ന സുജിത്ത് നടപ്പാക്കി എന്നാണല്ലോ ആരോപണം. അപ്പോൾ മേലുദ്യോഗസ്ഥർ കള്ളക്കടത്ത് നടത്താനോ കൊലപാതക കേസുകൾ ഇല്ലാതാക്കാനോ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കാനോ ഒക്കെ ഉത്തരവുകൾ നൽകിയാൽ, ആവശ്യപ്പെട്ടാൽ അത് പറ്റില്ല എന്ന് പറയാൻ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ മാത്രമാണ് ജനങ്ങൾക്ക് പോലീസിൽ വിശ്വാസം ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥ, തുടർഭരണം ലഭിച്ച പിണറായി സർക്കാരിൻ്റെ കാലത്ത് ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം പാടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ദീർഘകാലം DGP ആയിരുന്ന
ജേക്കബ് പുന്നൂസിൻ്റെ ഭരണകാലത്ത് ഉണ്ടായ നേട്ടങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് എല്ലാം ഓർമ്മ വരുന്നത്. പാലക്കാട് SP ആയിരുന്ന കാലം മുതൽ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അറിയാം. കോഴിക്കോട് DIG ആയും, അത് കഴിഞ്ഞ് ഇൻ്റലിജൻസ് IG ആയും, ഇൻ്റലിജൻസ് ADGP ആയും, പിന്നീട് DGP ആയും അദ്ദേഹം പ്രവർത്തിച്ചു. ആൻ്റണിയുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും VSൻ്റെ കാലത്തും ഒക്കെ പോലീസിൽ പ്രധാന റോളിൽ ജേക്കബ് പുന്നൂസ് ഉണ്ടായിരുന്നു. കോഴിക്കോട് DIG ആയിരിക്കുന്ന കാലത്താണ് വടകരയിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന EK നയനാർ നേരിട്ട് ആ വർഗീയ സംഘർഷമുണ്ടായ വടകരയിലേക്ക് ജേക്കബ് പുന്നൂസിനെ അയക്കുന്നത്. ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് വടകരയിലെ വർഗീയ സംഘർഷങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ പുന്നൂസിന് കഴിഞ്ഞു. അദ്ദേഹം അവിടെ പോയി വെടിവെക്കുകയോ ലാത്തി ചാർജ് നടത്തുകയോ ഒന്നും ചെയ്തിട്ടല്ല അത് ചെയ്തത്. ഒരു സാധാരണ ഉദ്യോഗസ്ഥനെ പോലെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കുകയും വർഗീയ കലാപത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുകയും യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. അപ്പോൾ ജേക്കബ് പുന്നൂസിനെ നേരിട്ട് അതിന് നിയോഗിക്കാൻ അന്ന് EK നയനാരെ പ്രേരിപ്പിച്ചത് ഈ ഉദ്യോഗസ്ഥൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. അപ്പോൾ ജേക്കബ് പുന്നൂസ് DGP ആയിരുന്ന കാലത്ത് തന്നെയാണ് TP ചന്ദ്രശേഖരൻ വധം ഉണ്ടാവുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പിടികൂടാൻ നേതൃത്വം നൽകിയ DGPയും പുന്നൂസായിരുന്നു. അപ്പോൾ ഇടത് സഹയാത്രികൻ എന്ന് UDF പലപ്പോഴും ആരോപിച്ചിരുന്നെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് ജേക്കബ് പുന്നൂസിൻ്റെയും വിൻസെൻ്റ് പോളിൻ്റെയും അനൂപ് കുരുവിളയുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് അതിസാഹസികമായി പാർട്ടി ഗ്രാമങ്ങളിൽ കടന്നു എന്ന് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ DGPമാർക്കും ADGPമാർക്കും ഒക്കെ അടുത്ത കാലത്ത് വന്ന ഒരു മാറ്റമാണ്. കാരണം ഇടത് സർക്കാരുമായി വളരെ അടുപ്പത്തിൽ കഴിഞ്ഞിരുന്ന, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ കാലത്ത് പോലീസ് ആക്ട് പരിഷ്കരിക്കുക വരെ ചെയ്ത ജേക്കബ് പുന്നൂസിന് യഥാർത്ഥത്തിൽ ഇടതുപക്ഷവുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ എന്നാൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ കണ്ടെത്തുന്നതിലോ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിലോ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. അങ്ങനെ വേണം നമ്മുടെ IPSകാരായ ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ പെരുമാറേണ്ടത്. നിയമപരമായ കാര്യങ്ങൾ പോലീസ് ചെയ്യുമ്പോൾ മാത്രമേ ജനങ്ങൾക്ക് നീതി ലഭിക്കൂ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്ത ഏതു സർക്കാരും ഒരു പരാജയമാണ്. അപ്പോൾ EK നയനാർ സർക്കാരിൻ്റെ കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P ശശി അന്ന് നടത്തിയ പല ഇടപെടലുകളുമാണ് അവസാന കാലത്ത് EK നയനാർ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചത്. അദ്ദേഹത്തെ തന്നെ വീണ്ടും പിണറായി രണ്ടാം ഭരണകാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി കൊണ്ടുവന്നതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം കാരണമാകുന്ന ഒരു വിഷയം മാധ്യമങ്ങളുമായിട്ടുള്ള സമീപനമാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ടായിരുന്നു, ചാനൽ ചർച്ചകളിൽ പോകണ്ട എന്ന നിർദ്ദേശം കൊടുക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ആരും തന്നെ ഈ ചാനൽ ചർച്ചയിൽ പോകുന്നില്ല. എന്തിനാണ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ചാനൽ ചർച്ചയിൽ പോയി ഇരുന്നു കൊടുക്കുന്നത്? അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ പോവുകയാണ് എന്ന് MP ഗോവിന്ദൻ പറഞ്ഞു. ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജനാധിപത്യത്തിൽ എന്താ പറയുക, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാണ് ഇടതുപക്ഷ ശക്തികൾ. കാരണം മോദി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു, അദ്ദേഹം സ്വാതന്ത്ര്യം നൽകുന്നില്ല, ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷം ഇവിടെ മാധ്യമങ്ങളുമായി സഹകരിക്കേണ്ട, മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട എന്ന് പറഞ്ഞു കഴിയുമ്പോൾ
അതിനർത്ഥം എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി മാധ്യമ ചർച്ചകളിൽ ഇടതുപക്ഷ പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല. അതൊരു തീരുമാനമാണ്. കാരണം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എത്രയോ ചർച്ചകൾ നമ്മുടെ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. വൈകുന്നേരത്തെ ചർച്ചകളിൽ ഇടത് നിരീക്ഷകർ മാത്രമാണ്, സഹയാത്രികർ മാത്രമാണ് പോകുന്നത്. പാർട്ടിയുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി നേതാക്കൾ പോയി ചാനലിൽ ഇരുന്നു കൊണ്ട് ആ ചർച്ചയിൽ പങ്കെടുത്ത് തങ്ങളുടെ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ കഴിയാത്തത്. ഇപ്പോൾ സോളാർ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന ചർച്ചകളിൽ പോലും കോൺഗ്രസ് നേതാക്കൾ പോവുകയും അവർക്ക് പറയാനുള്ളത് അവർ പറയുകയും ചെയ്തിരുന്നു. UDF പ്രതിനിധികളെല്ലാം പങ്കെടുത്തിരുന്നു. അപ്പോൾ എത്ര ഗുരുതരമായ ആരോപണമായാലും ആ ആരോപണങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തങ്ങളുടെ വിയോജിപ്പ് ജനങ്ങളോട് രേഖപ്പെടുത്താനുള്ള ആ അവസരമാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ വിനു വി ജോൺ നടത്തുന്ന ചർച്ചകളിൽ CPM പ്രതിനിധികൾ പോകാതായിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിയുന്നു. കാരണം വിനു വി ജോൺ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ ഡെപ്യൂട്ടി എഡിറ്ററെ ഒരു ശത്രുവായി കണ്ടുകൊണ്ട് വ്യക്തിപരമായ ഒരു സമീപനം ഒരു പാർട്ടി സ്വീകരിക്കുക, അത് ഒരിക്കലും ഒരു ശരിയല്ല. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് പറയാനുള്ള വേദികൾ, ആ വേദികൾ ഉപയോഗിക്കാനും ആ അവസരം പ്രയോജനപ്പെടുത്താനും തങ്ങളുടെ നിലപാട് ജനങ്ങളിൽ എത്തിക്കാനുമാണ് ഇടതുപക്ഷം ശ്രമിക്കേണ്ടത്. അതിനു പകരം കടക്ക് പുറത്ത് എന്ന് പറയുന്നത് പോലെ മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കില്ല, മാധ്യമങ്ങളോട് സംസാരിക്കില്ല എന്ന് പറയുന്ന നിലപാട് ഒരിക്കലും ചേർന്നതല്ല. ഇപ്പോൾ തന്നെ മറുനാടൻ മലയാളി സാജനെതിരെ എടുത്ത നടപടികൾ, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടത്തിയ റെയ്ഡുകൾ, മറുനാടൻ്റെ ജീവനക്കാരെ മുഴുവൻ വീട് കയറി പരിശോധിച്ച നടപടികൾ, ഏഷ്യാനെറ്റിൻ്റെ ഓഫീസുകളിൽ നടത്തിയ റെയ്ഡ്, അങ്ങനെ മാധ്യമങ്ങളോട് ഒരു യുദ്ധപ്രഖ്യാപനം ഒരു സർക്കാർ നടത്തുന്നത് തീക്കൊള്ളി കൊണ്ട് തലയൊറിയുന്നതിന് തുല്യമാണ്. ഇതിന് മറ്റൊരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നത് പാലക്കാട് ലാത്തിചാർജ്. നയനാർ സർക്കാരിൻ്റെ കാലത്ത് പാലക്കാട് ലാത്തിചാർജ് നടത്തിയപ്പോൾ പാലക്കാട് SP ആയിരുന്നു മുൻ DGP ജേക്കബ് പുന്നൂസ്. അന്ന് MLA-മാരായിരുന്ന P. ബാലൻ അടക്കം MP VS വിജയരാഘവൻ അടക്കം ഉള്ള ആളുകൾക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റു. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ലാത്തിചാർജാണ്. ആലോചിച്ച് നോക്കൂ, 2-3 MLA-മാർക്കും MP-ക്കും ലാത്തിചാർജിൽ പരിക്കേറ്റ ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കരുണാകരൻ സർക്കാർ പിന്നീട് നിയോഗിച്ച കമ്മീഷൻ, ആ കമ്മീഷന്റെ മുന്നിൽ എല്ലാ മാധ്യമപ്രവർത്തകരും ഹാജരാവുകയും സാക്ഷിമൊഴികൾ നൽകുകയും ചെയ്തു. എന്തിനു പറയുന്നു? ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് SP ആയിരുന്ന ജേക്കബ് പുന്നൂസിന് അനുകൂലമായി വീക്ഷണം പത്രം തന്നെ എഡിറ്റോറിയൽ എഴുതി. കാരണം വീക്ഷണം അങ്ങനെ എഴുതാൻ പാടില്ല. പക്ഷെ അദ്ദേഹം അന്ന് വീക്ഷണത്തിൽ വന്ന എഡിറ്റോറിയൽ സംയോജിതമായ SP പുന്നൂസിൻ്റെ ഇടപെടലാണ് വലിയ ഒരു കലാപം ഒഴിവാക്കിയതെന്നാണ്. എല്ലാ പത്രങ്ങളും അത്തരത്തിലാണ് എഡിറ്റോറിയൽ എഴുതിയത്. എന്നിട്ടും പുന്നൂസ് ശിക്ഷിക്കപ്പെട്ടു. കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തെ കേന്ദ്ര സർവീസിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. അതാണ് ഈ കഴിഞ്ഞ 7-8 കൊല്ലമായി കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളെയും ജനങ്ങളെയും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് എത്ര കാലം അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പിണറായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും?